ഉണക്കലരി ഉപയോഗിച്ച് പാൽപ്പായസം ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. വളരെ എളുപ്പത്തിലും എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടും ഉള്ള ഒരു പായസമാണിത്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് അരി എടുത്ത് നല്ലോണം കഴുകി ഒരു കുക്കറിലേക്കിട്ട് അതിലേക്ക് 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഞാൻ വേവിക്കുന്നത്. ഈ കപ്പളവ് തന്നെ വേണമെന്ന് ഒന്നുമില്ല. ഇതിന് പകരം 2 ഗ്ലാസ് അരി എടുത്താൽ ആ ഗ്ലാസ്സിന് തന്നെ 4 ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പാകത്തിനുള്ള വേവാവണം. വെന്ത് ഉടഞ്ഞു പോകരുത്, എന്നാൽ വേവാതിരിക്കാനും പറ്റില്ല. വെന്തില്ലെങ്കിൽ അടിയിൽ ഊറിക്കിടക്കും. എന്നാൽ വെന്ത് ചീഞ്ഞു പോയാൽ അതിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് അടുപ്പിൽ വെച്ച് ഒരു 4 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചപ്പോൾ എനിക്ക് പാകത്തിനുള്ള വേവായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെയും കുക്കറിനെ ആശ്രയിച്ചിരിക്കും. എന്തായാലും ഒരു 4-5 വിസിൽ മാത്രം മതിയാവും. അപ്പോഴേക്കും നമുക്കിത് പാകത്തിനുള്ള വേവായി കിട്ടും. ഇപ്പോൾ ഇത് 4 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ തനിയെ തണുത്തതിന് ശേഷം തുറന്ന് നോക്കിയപ്പോഴുള്ള പാകമാണിത്. ഇതോണം ആയി കിട്ടണം. ഇനി ഇത് നമുക്ക് ഒരു പായസമാക്കി മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചത്. നിങ്ങളുടെ അടുത്ത് ചെറിയ ഓടിൻ്റെ ഉരുളി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് പായസം ഉണ്ടാക്കാൻ. ഇതിലേക്ക് ഒരു 4-5 സ്പൂണ് നെയ്യ് ഒഴിച്ച് ഈ ചോറ് അതിലിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റെങ്കിലും ഈ നെയ്യിൽ കിടന്ന് അതൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇങ്ങനെ നെയ്യിൽ കിടന്ന് വഴറ്റി പരുവാക്കിയെടുക്കുന്ന ഈ പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ഉണ്ടാക്കി കഴിച്ചതുകൊണ്ട് പറയാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള പായസമായിരുന്നു. ഇതുകൊണ്ട് പാൽപ്പായസം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കി നോക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നല്ലോണം ഒന്ന് മിക്സായി വരുമ്പോൾ നമ്മളിതിന് മധുരത്തിന് വേണ്ടി പഞ്ചസാരയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. പഞ്ചസാരയും പാലും എല്ലാം ഉപയോഗിച്ചാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. സാധാരണ ഇങ്ങനെ ഉണക്കലരി പായസം നമ്മൾ ശർക്കരയും തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചാണല്ലോ ഉണ്ടാക്കാറ്. ഇനി ഈ ഓണത്തിന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പവുമാണ്. തേങ്ങ പിഴിഞ്ഞ് പാലെടുക്കേണ്ട പണിയൊന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് അരിക്ക് 2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിതിന് നല്ല ഈ പഞ്ചസാര പാകത്തിന് മധുരം ഉണ്ടായിരുന്നു. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ലാസ്റ്റ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാര നെയ്യും ചോറും ഇതിൽ കിടന്ന് ഇങ്ങനെ ഏകദേശം ഒരു 5-6 മിനിറ്റെങ്കിലും നല്ലോണം വരട്ടിയെടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽട്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇളക്കാനൊക്കെ നല്ല ഒരു സുഖമാണ്. ആദ്യം തന്നെ ഇളക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പഞ്ചസാര മെൽട്ടായി വരുമ്പോൾ നല്ല സുഖമായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. ഇതിങ്ങനെ ഇളക്കി അത് ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുമ്പോഴാണ് നമ്മൾ അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. അതിനു മുമ്പ് ഞാൻ ഈ പാല് നമ്മളൊന്ന് തിളപ്പിച്ച് വെക്കണം. ഇതിലിട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് പാല് ആദ്യം വേറെ തിളപ്പിച്ച് വെക്കുന്നത്. ഞാനിവിടെ 3 പാക്കറ്റ് പാലാണ് എടുത്തത്. അതായത് 1.5 ലിറ്റർ പാല്. 2 കപ്പ് അരിക്ക് 1.5 ലിറ്റർ പാൽ ഉപയോഗിച്ചാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്.
ഇതിങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. കണ്ടില്ലേ, ഇങ്ങനെ അടിയിൽ നിന്ന് വിട്ട് വരുന്ന പരുവാകുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ പരുവത്തിൽ നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് പഞ്ചസാരയിൽ 3-4 ഏലക്ക പൊടിച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇതിൽ ചേർക്കുന്നത്. ഇനി അതും കൂടിയും കൂട്ടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അടിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നതൊക്കെ നല്ലോണം ഒന്ന് ഇങ്ങോട്ട് ഇളക്കി എടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. പായസമാണെങ്കിലും നമ്മൾ കുറച്ച് ഉപ്പ് ഇടുമല്ലോ, അല്ലെങ്കിൽ ഒരു വെള്ളം പുളിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച പാൽ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുക്കുക. ഒന്നായിട്ട് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് എടുക്കണം. കട്ടകളൊക്കെ ഉടച്ച് എടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ കട്ടയൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. നല്ലോണം ഇളക്കി വരുമ്പോൾ ഈ കട്ടകളൊക്കെ പോയി നല്ല പരുവായി കിട്ടും. ഇങ്ങനെയുള്ള റെസിപ്പികൾക്ക് വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ബാക്കിയുള്ള പാലും അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കുന്ന പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഈ ഓണത്തിന് ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. നമ്മളിതിൽ മിൽക്ക് മെയ്ഡൊന്നും ഒഴിക്കുന്നില്ല, എന്നാലും മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ച ഒരു പായസത്തിൻ്റെ ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മുടെ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഒഴിക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് നട്ട്സ് അതിലിട്ട് ഒന്ന് ചുവപ്പിച്ച് അതിലേക്ക് ഒഴിക്കുക. അപ്പോഴേക്കും പായസത്തിന് ഭയങ്കര ടേസ്റ്റാണ്. അതും കൂടി അതിലേക്ക് ചേരുമ്പോഴേക്കും കിസ്മിസ് ഞാനിവിടെ ചേർത്തിട്ടില്ല, വേണ്ടവർക്ക് വേണമെങ്കിൽ കിസ്മിസ് കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കാഷ്യൂ നട്ട്സ് അതിലേക്ക് ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.